തിരികെ വാർത്തയിലേക്ക്. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലടക്കം ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കെതിരെ നടപടി തുടങ്ങി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. മത്സര പരീക്ഷാ കേന്ദ്രങ്ങൾ നടത്തുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കെതിരെ നടപടി ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, കാലാകാലങ്ങളായി ഉയർന്നു വരുന്ന വിമർശനങ്ങളാണ് ഈ എയ്ഡഡ് സർക്കാർ സ്കൂൾ അധ്യാപകർ ഇങ്ങനെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസ് എടുക്കുന്നു, സ്വകാര്യ സംരംഭം ആരംഭിക്കുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ വിമർശനങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കർക്കശമായ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും കെ പി നിരവധി തവണ ഒരുപാട് ആരോപണങ്ങളും അതുപോലെ തന്നെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ തന്നെ ഈ ഒരു സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളെക്കുറിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ വീണ്ടും ഇതാ വിവാദങ്ങൾക്ക് നടുവിൽ സർക്കാർ ജീവനക്കാർ തന്നെ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾ ട്യൂഷൻ നടത്തുന്നതായുള്ളൊരു വിവരങ്ങൾ പുറത്തു വരുന്നത്. നിരവധി കംപ്ലയിൻറ്റുകൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണത്തിനും അതിനെതിരെ തക്കതായൊരു നടപടിക്കുമായി വിദ്യാഭ്യാസ ഡയറക്ടർ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സർക്കാർ ജീവനക്കാർ ആരൊക്കെയാണോ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിൽ ട്യൂഷൻ നടത്തുന്നത് ഇവർക്കെതിരെ കർശനമായൊരു നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാധാരണ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ നൽകേണ്ട പ്രാഥമികമായ വിദ്യാഭ്യാസം കച്ചവടമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും അധികൃതരും കടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ജീവനക്കാർ സാധാരണ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിലും കൂടുതൽ ഫീസ് വാങ്ങി ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. അപ്പോൾ രണ്ട് തട്ടിലായിട്ടാണ് ഇവർ വിദ്യാർത്ഥികളെ കാണുന്നത് എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനം എന്ന് പറയുന്ന ഒരു പ്രാഥമികമായൊരു ലഭിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു പ്രാഥമികമായി ലഭിക്കേണ്ടിയിരുന്ന ഒരു സംഭവത്തെ എന്തിനാണ് ഇങ്ങനെ കച്ചവടവൽക്കരിക്കുന്നത് എന്നൊരു കാര്യമാണ് വിദ്യാഭ്യാസ ഡയറക്ടർ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സർക്കാർ ജീവനക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി ട്യൂഷൻ എടുക്കുന്നതിനെ കർശന നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടികളിലേക്ക് വിദ്യാഭ്യാസ ഡയറക്ടർ കടന്നിരിക്കുന്നത്. സാഹചര്യത്തിലാണ് ഇത്തരം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്.